ഗായ്സ്, ഈ കാണുന്ന 2 വടികളുണ്ട്. നിങ്ങൾ ഈ 2 വടികൾ ഇവിടുത്തെ മണ്ണിനോട്ട് വ്യത്യാസം കണ്ടോ? ഇവിടുത്തെ മണ്ണത് എന്നാ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഈ സ്ഥലത്തിന് കുറച്ച് ദുരൂഹത ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളർത്തിയ മീനുകളിൽ 3 പേരും മരിച്ചിട്ടുണ്ട്. ആ മരിച്ച 3 പേരും ഈ ഒരു സ്ഥലത്തായിട്ട് ചുറ്റിപ്പറ്റിയിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ റോക്കി മരിച്ച് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബെറ്റ ഫിഷ്. പിന്നെ ഇവിടെ നമ്മുടെ സൈക്ലോപ്സ് മരിച്ചു. നമ്മുടെ ആഫ്രിക്കൻ മൊയ്യ് ഫിഷ് ഉണ്ടായിരുന്നില്ലേ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ ആഫ്രിക്കൻ മൊയ്യ് കാറ്റ് ഫിഷ് ചെയ്ത ഒരാൾ മരിച്ചു പോയി ഗൈസ്, ഡെഡായി. ആ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടോ, നമ്മുടെ ചാനൽ എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ആ വീഡിയോ എടുത്ത് അന്ന് തന്നെ മരിച്ചുപോയി. പിന്നെ ഇപ്പം ലാസ്റ്റ് ആയിട്ട് ഇന്ന് നമ്മുടെ വൈറ്റി മരിച്ചുപോയി ഗൈസ്. എൻ്റെ സൈക്ലോപ്സിനെക്കാട്ടി കൂടുതൽ നേരം മരിച്ചുപോയി. എനിക്കത് നോക്കി നിൽക്കാൻ പറ്റിയില്ല. സൈക്ലോപ്സിനെയാണ് ഞാൻ ഏറ്റവും കൂടുതലും ഒരു ദിവസം രാത്രിയാണ് ആൾ മരിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെയാണ് ആൾ കുഴിച്ചിട്ടത് കേട്ടോ. എനിക്ക് ഞാൻ വീഡിയോ എടുക്കേണ്ടിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിനൊന്നുള്ള ഒരു മാനസികമല്ലായിരുന്നു ആ സമയത്ത്. ഇവിടെ നമ്മുടെ സൈക്ലോപ്സ് ഉണ്ട്, ഇവിടെ നമ്മുടെ വൈറ്റി ഉണ്ട്. ഇന്ന് കുറച്ച് നേരം മുമ്പാണ്. അപ്പോൾ ഞാൻ പറയണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടാവും. മീനെ വളർത്തുമ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഞാൻ പറയണം എന്ന് പറഞ്ഞാൽ മീനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ സഹിച്ച് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ റോക്കിനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ അവസാനം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു വടി കുഴിച്ചെടുക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ആൾക്കാർ മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സെഡാണ് കേസ്. കാരണം വൈറ്റീനെ ആദ്യം ആളിങ്ങനെ എടുക്കായിരുന്നു. തൊട്ട് നോക്കിയപ്പോൾ ചെറിയ കണക്കുണ്ടായിരുന്നു. എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര സ്പീഡ്, അവിടെ അടി ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അവസാനം ആൾ ക്ഷണിച്ച് അവിടെ വീണു. എടുത്ത് നോക്കുമ്പോൾ ആദ്യം എടുത്തപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കി, അപ്പോൾ ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ശ്വാസമൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും വെള്ളത്തേക്ക് ഇട്ടു. പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഒരു കണക്കൂല. അതുകൊണ്ട് ഞാൻ വന്നിട്ട് അവനെ എടുത്ത് നോക്കിയപ്പോൾ ഡെഡായിരുന്നു ഗൈസ്. അപ്പം എന്തായാലും നമുക്കിന്ന് തന്നെ നമ്മുടെ അവസാനം എടുക്കണം നമ്മുടെ ബ്ലാക്കീൻ്റെയും അതേപോലെ നമ്മുടെ ടൈഗറിൻ്റെ, നമ്മുടെ ആഫ്രിക്കൻ മൊയ്യ് ഫിഷ് ഒരെണ്ണം കൂടിയുണ്ട്. പിന്നെ ഇവൻ്റെ പോലെ ഒരു ബ്ലാക്ക് കളറുള്ള ഒരുത്തനും കൂടിയുണ്ട്. അവൻ്റെ വെള്ളം ഇപ്പം തന്നെ പോയി മാറ്റാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവന്മാരുടെ വെള്ളം മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും നമ്മുടെ വെള്ളം മാറ്റുന്ന വീഡിയോ ഞാൻ വേറെ ഒരു പ്രാവശ്യം ഇടാം. അപ്പം എന്തായാലും എനിക്ക് ഇതുമാതിരി ഞാൻ പറഞ്ഞല്ലോ, ആൾ ഡെഡായ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികത്തിലില്ലായിരുന്നു. അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ല, ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല. അപ്പോൾ ബൈ.